പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാറേ, സാധാരണ നിലയ്ക്ക് സർക്കാർ സർവീസിൽ റിട്ടയർമെൻറ്റ് സംഭവിക്കും. സെക്രട്ടേറിയറ്റിൽ സ്ഥിതി എടുത്താൽ ഫെബ്രുവരി മുതൽ മെയ് വരെ 52 റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു. അതിനു പുറമെ അണ്ടർ സെക്രട്ടറിയും അതിന് മുകളിലുള്ള പോസ്റ്റുകളിൽ 30 പേർ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മാറിയിട്ടുണ്ട്. മുൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് 7 തട്ടിലുള്ളവർ മാറും. അങ്ങനെ വരുമ്പോൾ 14 പേർക്ക് സ്ഥാനചലനം ഉണ്ടാകും. ഒരാളാണ് മാറുന്നതെങ്കിലും അതിൻ്റെ ഫലമായി 14 പേർക്ക് സ്ഥാനചലനം സംഭവിക്കും. ഈ വാക്കുകൾ എൻ്റേതല്ല. 2016 ജൂൺ 29 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനധികൃത സ്ഥലം മാറ്റങ്ങൾ സംബന്ധിച്ച് PT തോമസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഈ സഭയിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്കുകൾ. അന്ന് PT തോമസ് അതിലെ വാക്കുകൾ അവസാനിപ്പിച്ചത്, അതുകൊണ്ട് അവസാനത്തെ പറഞ്ഞ വാക്കിനെ മുകളിലേക്ക് എടുക്കുന്നു, അങ്ങ് പരിശോധിച്ച് തിരുത്തി സത്യസന്ധമായി ന്യായമായി നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തെളിയിക്കാനും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താനുമുള്ള അവസരം പാഴാക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതാണ് PT തോമസ് അന്ന് അടിയന്തര പ്രമേയം അവസാനിപ്പിച്ച വാക്കുകളെങ്കിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, സാർ, ബഹുമാനായ അങ്ങ് PT തോമസിന് സ്ഥലജില വിഭ്രമം ബാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളത് പറയുന്നില്ല സാർ. 2026 ജനുവരി മുതൽ 26 മെയ് 31 വരെ സെക്രട്ടേറിയറ്റിൽ മാത്രം 200ഓളം റിട്ടയർമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ എണ്ണവും അതിനനുസൃതമായി ഉണ്ടായിട്ടുള്ള പ്രമോഷനുകളും ഭരണമാറ്റത്തെ തുടർന്ന് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ വാദഗതി അനുസരിച്ച് തന്നെ ഈ നോട്ടീസ് തീർത്തും അപ്രസക്തമാണ് സർ. കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയായിരുന്നു. 10 വർഷക്കാലം. ഈ കാലയളവിൽ 1 ഡസനിലധികം തവണ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. 1 ഡസൻ തവണയിലേറെ. ഞാൻ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ തിരുവനന്തപുരത്തോ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തോ 10 വർഷമായിട്ട് പ്രവേശിക്കാത്ത നിരവധി ജീവനക്കാരുണ്ട്. അവരെ തിരുവനന്തപുരത്ത് നിന്ന് ദൂരസ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അസോസിയേഷൻ യോഗത്തിൽ പോയപ്പോൾ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവരോട് സൗഹൃദം ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് 10 വർഷമായി. അപ്പോൾ ഇവിടെ 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സാർ. കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നിലപാടായിരിക്കില്ലേ സർക്കാരിന്? നിങ്ങളെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും മാതൃകയാക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ മാതൃക എന്തായിരുന്നു? ഒരു വില്ലേജ് ഓഫീസർ പോൾ തോമസ്, അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് എങ്ങോട്ടാണ്? മഞ്ചേശ്വരത്തെ കടമ്പാർ വില്ലേജിലേക്കാണ് ഭാഷ അറിയാത്ത കൊല്ലംകാരനെ സ്ഥലം മാറ്റിയത്. അങ്ങനെ അവരും കർണാടകത്തിലായിപ്പോയി സാർ. അപ്പോൾ അദ്ദേഹം പരാതി കൊടുത്തു. ആ പരാതിക്ക് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. അവസാനം അദ്ദേഹം ജീവിത നൈരാശ്യം കൊണ്ട് സെപ്റ്റംബർ 9 അദ്ദേഹം ആത്മഹത്യ ചെയ്ത സാഹചര്യം കേരളം കണ്ടു. നിങ്ങളെ സർക്കാരിൻ്റെ കാലത്താണ്. നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ പെരുമാറുന്നു, രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ ഇടപെടുന്നു എന്നതിന് നവീൻ ബാബുവിൻ്റെ കാര്യം ഞാനിവിടെ പറയണോ? കണ്ണൂർ ADM നവീൻ ബാബു എങ്ങനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അവശേഷിക്കുന്നു വേദനയോടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിരുന്നു. മുഖ്യമന്ത്രിയെയും മറ്റാളുകളെയും കണ്ടു. അവരുടെ ജീവൻ അവസാനിക്കാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വനിതകൾക്കും സർവീസ് സംഘടനാ ഭാരവാഹികൾക്കും ലഭിക്കേണ്ട പരിരക്ഷ പോലും നിങ്ങളുടെ കാലത്ത് ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങളാലും സംഘടനാ വിരോധവും മൂലം വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട 100 കണക്കിന് പേർ ഇന്നും അവിടങ്ങളിൽ തന്നെ തുടരുകയാണ്. അവരെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സ്ഥലം മാറ്റി നൽകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരാൾ മാറിയാലല്ലേ മറ്റൊരാൾക്ക് അവിടേക്ക് വരാനാകൂ. കഴിഞ്ഞ കാലങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാഭാവിക നീതി ലഭിക്കേണ്ട
കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തും. ഒരു വകുപ്പിലും വ്യാപകമായ സ്ഥലമാറ്റം നടത്തിയിട്ടില്ല. ഭരണ സൗകര്യാർത്ഥം ഏതാനും ട്രാൻസ്ഫറുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ചട്ടവിരുദ്ധവും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമായി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതായും അപ്രകാരം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ അത് കാരണം പൊതുജനങ്ങൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. സംതൃപ്തമായ ഒരു സിവിൽ സർവീസിനെയാണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ പൊതുസ്ഥലം മാറ്റങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായ പരാതികൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭരണാനുകൂല സർവീസ് സംഘടനകളുടെ നിർദ്ദേശപ്രകാരം മാനദണ്ഡ വിരുദ്ധമായി വ്യാപക സ്ഥലമാറ്റം നടത്തിയെന്ന ആക്ഷേപം തെറ്റാണ്. ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്നത്തെ മനോരമ പത്രത്തിലെ വാർത്തയുണ്ട്. നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ഭരണാനുകൂല യൂണിയനുകളുടെ ആവശ്യപ്രകാരം സ്ഥലം മാറ്റപ്പെട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കേരളത്തിലെ പുതിയ സർക്കാർ വന്നിട്ടാണ് അവരുടെ റിട്ടയർമെൻറ്റ് ദിവസമെങ്കിലും അവർക്ക് സെക്രട്ടേറിയറ്റിൽ വന്ന് ഒപ്പിടാനുള്ള സാഹചര്യം കേരളത്തിലെ പുതിയ സർക്കാരാണ് ഉയർത്തിയത് സാർ. അപ്പോൾ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നൊരു കാര്യം പറഞ്ഞത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യമാണ്. അതിൽ 28/1/2019 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 164 ഡോക്ടർ MK മുനീർ പ്രമേയത്തിനുണ്ട്. അതിൻ്റെ വിശദീകരണ കുറിപ്പിലുണ്ട്. പ്രമേയത്തിൻ്റെ വിശദീകരണ കുറിപ്പിലുണ്ട്. നോട്ടീസിലുണ്ട്. അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോട്ടീസിലുണ്ട് സാർ. അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും അപകീർത്തിപ്പെടുത്തലും നടത്തിയതിന് എത്ര സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാവോ? ഇത് 19 ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ്. 41 പേർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷാ നടപടികളാണ് സ്വീകരിച്ച? അടുത്ത ചോദ്യം. ഇവരിൽ 12 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും 29 പേർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഏതായാലും പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നതല്ല സാർ. ഈ സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ്. സർക്കാർ ജീവനക്കാരുമായിട്ട് സഹകരിച്ചു പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അതിൽ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട യാതൊരു ഗൗരവമില്ല എന്നുകൂടി സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാൻ